പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമാക്കപ്പെട്ട ദുൽഹിജ്ജ മാസത്തിൻ്റെ പോരിശയാക്കപ്പെട്ട സമയങ്ങളിലൂടെ നമ്മൾ നടന്നു പോകുന്നത്. ഈ സമയങ്ങളിൽ നമ്മൾ ഓർത്ത് പാരായണം ചെയ്യേണ്ട ഒരു സൂറത്തുണ്ട്, കുഞ്ഞു സൂറത്താണ്. ആ പരിശുദ്ധമായ സൂറത്ത് പാരായണം ചെയ്തിട്ട് നമ്മൾ അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും പിന്നെ നടക്കാത്ത കാര്യം ഉണ്ടാവില്ല. ഏതു കാര്യം നടക്കും, ഏത് മുറാദും ഹാസുലാകും. അത് ഏത് സൂറത്താ, എപ്പോൾ എത്രയാ ചൊല്ലേണ്ടത്, മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഇരുലോക ആഫിയത്തും ബറക്കത്തും നമുക്കെല്ലാം, പ്രത്യേകിച്ച് അൻവാറെ ഫജറിൻ്റെ കുടുംബങ്ങൾക്ക് കമൻറ്റിൽ വന്ന് സന്തോഷം പറയുന്ന, ദുആ ചെയ്യാൻ പറയുന്ന, ഖൽബ് നിറച്ച് ദുആ ചെയ്യുന്ന, നമ്മുടെ ക്ലാസ് മുടങ്ങാതെ കേൾക്കുന്ന, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്ന, അൽഹംദുലില്ലാഹ് എല്ലാ സഹോദര സഹോദരിമാരും ഉമ്മ ഉപ്പമാർ എല്ലാവർക്കും അല്ലാഹു നൽകട്ടെ. അല്ലാഹു നമ്മുടെ മരിച്ചവർക്ക് ജന്നത്ത് കൊടുക്കട്ടെ, എല്ലാ മുഅ്മിനീങ്ങൾക്കും മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിൻ്റെ അപാരമായ നിഅമത്ത് കൊണ്ട് പോരിശയാക്കപ്പെട്ട ദുൽഹിജ്ജ മാസത്തിൻ്റെ ഏറ്റവും മൂല്യമുള്ള മുഹൂർത്തത്തിലൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത്. ഈ പരിശുദ്ധമായ മാസത്തിൽ, പ്രത്യേകിച്ച് പരിശുദ്ധ ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 നിരരാത്രങ്ങളിൽ ഓർത്ത് ചെയ്യേണ്ടത്, ചൊല്ലേണ്ടതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ സംസാരിച്ചത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ട ഒരു ഭാഗമാണ് ദുൽഹിജ്ജയുടെ പ്രത്യേകിച്ച് ആദ്യത്തെ 10 രാവുകളിൽ ഓർത്ത് ചെയ്യേണ്ട, ഓതേണ്ട ഒരു സൂറത്ത്. നേരത്തെ നമ്മൾ സ്റ്റാർട്ടിങ്ങേ പറഞ്ഞിരുന്നു, ഒരുപാട് സഹോദര സഹോദരിമാരും ഉമ്മ ഉപ്പമാരും ഓതിക്കൊണ്ടിരിക്കുകയാണ്. അതേതാ? പരിശുദ്ധമായ ഖുർആനിൻ്റെ 114 അധ്യായങ്ങളിൽ 89ാമത്തെ അധ്യായം സൂറത്തുൽ ഫജ്ർ, അൽ ഫജ്ർ എന്ന് പറയുന്ന അധ്യായം. ഈ പരിശുദ്ധമായ അധ്യായം ഈ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൽ പാരായണം ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ആദ്യത്തെ ദിനരാത്രങ്ങളിൽ പാരായണം ചെയ്യുമ്പോൾ വലിയ സൗഭാഗ്യങ്ങൾ, നേട്ടങ്ങൾ ആ സൂറത്ത് കൊണ്ട് നേടാൻ പറ്റും. എളുപ്പത്തിൽ ഓതാൻ പറ്റുന്ന ചെറിയൊരു സൂറത്താണത്. മനോഹരമായിട്ട് പാരായണം ചെയ്യാൻ പറ്റും. അത് ഓതുന്നത് കേൾക്കുന്നതൊക്കെ എത്ര റാഹത്താണ്. മനസ്സിന് ഹാപ്പിനെസ് കിട്ടാൻ വേറെ ഒന്നും വേണ്ട, അത്രയേറെ സന്തോഷകരമാണ്. ആ പരിശുദ്ധമായ സൂറത്തുൽ ഫജ്ർ റാഹത്തായിട്ട് പാരായണം ചെയ്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മൻ ഖറഅ സൂറത്തുൽ ഫജ്രി ഫിൽ ലയാലിൽ അശ്ർ, പരിശുദ്ധമായ ദുൽഹിജ്ജയുടെ ആദ്യത്തെ രാവുകളിൽ 10 രാവുകളിൽ ഈ പരിശുദ്ധമായ സൂറത്തുൽ ഫജ്ർ ഒരാൾ പാരായണം ചെയ്താൽ, രാവിലെ ഒരാൾക്ക് പാരായണം ചെയ്യാൻ പറ്റില്ല എന്ന് കരുതി പടച്ചോനെ സമയം കഴിഞ്ഞല്ലോ എന്ന് കരുതി മാറിക്കാൻ പാടില്ല. അപ്പം പറ്റാതെ വന്നാൽ പകലിൽ ചൊല്ലാം. ആദ്യത്തെ 2 ദിവസം പറ്റിയില്ല, 3-ാമത്തെ ദിവസം ചൊല്ലാം. എപ്പോഴാണോ സൗകര്യപ്പെടുന്നത്, തീർച്ചയായിട്ടും ഇത് ഒരു നമ്മുടെ ജീവിതത്തിൻ്റെ ഈ ദുൽഹിജ്ജയുടെ ഒരു സിസ്റ്റമാക്കി മാറ്റണത്. അതിന് വല്ലാത്ത പോരിശയാണ്. അങ്ങനെ പാരായണം ചെയ്താൽ ഊഫിറ ലഹു, അവന് പൊറുക്കപ്പെടും എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടും, അള്ളാഹു അവർക്ക് പാപം പുറത്തു കൊടുക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. ഈ സൂറത്ത് ആദ്യത്തെ 10 ദിവസങ്ങൾ മാത്രമല്ല, പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളിലും കണ്ടിന്യൂ ചെയ്തു പോയാലോ, വമൻ ഖറഅഹാ ഫി സാഇൽ അയ്യാം കാനത്ത് ലഹു നൂറൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ വല്ലാത്തൊരു നൂറ് പ്രകാശമായിട്ട് ഈ സൂറത്ത് വരും എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉദ്ധരണികൾ കാണാം. അപ്പോൾ ഖിയാമത്ത് നാളിൽ 100 വരാന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകൾ, സ്വർഗാവകാശികൾക്ക് ഖിയാമത്താൽ അള്ളാഹു 100 കൊടുക്കുള്ളൂ. അല്ലാത്ത ആൾക്ക് ഇരുട്ടിൽ തപ്പിത്തടയും. എന്താണ്, എവിടെയാണ്, എങ്ങനെയാണ്, എന്താണ് ഒന്നും അറിയില്ല, നാശത്തിൽപ്പെടും. ഈ വെളിച്ചോ ഈ 100 കൊണ്ട് 100 കിട്ടിയവരൊക്കെ സ്വർഗത്തിൽ പോകും. അള്ളാഹു 100ൻ്റെ വക്താക്കളിൽ നമ്മയൊക്കെ അള്ളാഹു ചേർത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ അതാണ് ദുൽഹിജ്ജ മാസത്തിൽ, പ്രത്യേകിച്ച് ആദ്യത്തെ 10 രാവുകളിൽ, സമയങ്ങളിൽ ഈ പരിശുദ്ധമായ അൽ ഫജ്ർ എന്ന് പറഞ്ഞാൽ തന്നെ പരിശുദ്ധമായ ദുൽഹിജ്ജയുടെ പ്രഭാതത്തെ തന്നെയാണ് സത്യം എന്നാണ്. ആലോചിച്ച് നോക്കി, ദുൽഹിജ്ജയുടെ പ്രഭാതം തഫ്സീറുകൾ നോക്കുമ്പോൾ കാണാം, വിശദീകരണങ്ങളും പലതും കാണാൻ പറ്റും. മറ്റൊന്ന് ബലിപെരുന്നാളിൻ്റെ ദുൽഹിജ്ജ 10ൻ്റെ പ്രഭാതം, അതിൻ്റെ ഫജ്ർ തന്നെയാണ് സത്യം. അതൊക്കെ നിസ്സാരപ്പെട്ട കേസല്ല, ഗൗരവമുള്ള കേസാണ്. അതുകൊണ്ടാണ് അള്ളാഹു സത്യം ചെയ്യുന്നത്. വലയാലിൻ അശ്ർ, ചേർന്ന് വരുന്ന ബാക്കിയുള്ള 10 ദിവസങ്ങളെ തന്നെയാണ് സത്യം അള്ളാഹു പറയാൻ. അപ്പോൾ ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 രാവുകളുടെ, പകലുകളുടെ, ദിവസങ്ങളുടെ മഹത്വം പറയാൻ വേണ്ടി അള്ളാഹു കൊണ്ടുവന്ന സൂറത്താണ് സൂറത്തുൽ ഫജ്ർ. അത് ആ രാവുകൾ ഈ ദിവസങ്ങളിൽ പാരായണം ചെയ്യുന്നവർക്ക് കിട്ടുന്ന ബെനിഫിറ്റായി പറയുന്നത്. നമ്മുടെ വകയല്ല, മഹാന്മാരായ ഫുഖഹാക്കൾ ഈ വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഫത്ഹുൽ മുഈനിൽ, പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൽ ചെയ്യേണ്ട സുന്നത്തുകൾ പറയുന്ന കൂട്ടത്തിൽ മഹാനുഭാവൻ പറയാൻ,
എന്താ പറയുന്നത്? ദുൽഹിജ്ജ ആദ്യത്തെ 10 രാവുകളിൽ അൽഹംദുലില്ലാ രാത്രിയിൽ സൂറത്തുൽ ഫജ്ർ പാരായണം ചെയ്യൽ സുന്നത്താണെന്നാണ് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പറയുന്നത് ഫത്ഹുൽ മുഈൻ. അപ്പോൾ ആദ്യത്തെ 10 രാവുകളിൽ ഈ സൂറത്ത് ഓതൽ പ്രത്യേകം സുന്നത്താണ്. കാരണം ഈ സൂറത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന മഹത്വം ഫലം എല്ലാം നമുക്ക് കിട്ടും. എന്താ നമുക്ക് കിട്ടേണ്ടത്? അത് മുഴുവൻ കിട്ടും. ഈ സൂറത്ത് ഓതിലെ എല്ലാം കിട്ടും. അതാണ് പ്രത്യേകത. അതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് 70 സൂറത്തുൽ ഫജ്ർ ഒരാൾ പാരായണം ചെയ്തു. കേൾക്കണത് മറ്റു ഡെയിലി പാരായണം ചെയ്യാനുള്ളതാണ്. എല്ലാ രാത്രിയും ഓരോന്ന് പാരായണം ചെയ്യണം. ഒരു പാക്കേജായിട്ട് എടുത്തു. 70 സൂറത്തുൽ ഫജ്ർ ഒരാൾ പാരായണം ചെയ്തു. എന്നിട്ട് വെള്ളത്തിലേക്ക് ഊതി മന്ത്രിച്ചു. ആ വെള്ളം രോഗിക്ക് കൊടുത്തു. അല്ലെങ്കിൽ രോഗിയെ തന്നെ ഡയറക്റ്റ് ഊതി മന്ത്രിച്ചു. 70 വട്ടം അൽ ഫജ്ർ സൂറത്ത് ഓതി. പ്രിയപ്പെട്ടവരെ, അത്ഭുതകരമായ ശിഫ ഉണ്ടാകുമെന്നാണ്. എത്ര വലിയ രോഗാണെങ്കിലും ശിഫയിലേക്ക് വരും. വലിയ വേദന കൊണ്ട് പ്രയാസപ്പെടുന്ന രോഗിയാണ്, പക്ഷേ അത് ശമനത്തിലേക്ക് വരും. വലിയ റാഹത്തുണ്ടാകുമെന്നാണ്. വലിയ സന്തോഷം ഉണ്ടാകും ജീവിതത്തിൽ. അത് ഓരോ വട്ടം ഓതും തോറും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. മാറ്റം അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതാണ് പ്രത്യേകത. ജീവിതത്തിൽ നമ്മുടെ ശാരീരികമായിട്ടുള്ള കാര്യങ്ങളിൽ, മാനസികമായിട്ടുള്ള വിഷയങ്ങളിൽ, സാമ്പത്തിക വിഷയങ്ങളിൽ എല്ലാം പ്രശ്നപരിഹാരത്തിന് ഇത് പറ്റും. റാഹത്തായിട്ട് പാരായണം ചെയ്യണം. അതൊരു 70 വട്ടം പാരായണം ചെയ്തിട്ട് അൽ ഫജ്ർ സൂറത്ത് 70 വട്ടം പാരായണം ചെയ്യുക. ഒറ്റയടിക്ക് പാരായണം ചെയ്യണമെന്നില്ല. കഴിവുപോലെ കുറേശ്ശെ ഓതിയാൽ മതി. അങ്ങനെ 70 വട്ടം കംപ്ലീറ്റ് ചെയ്തിട്ട് അള്ളാഹിനോട് ദുആക്ക്, അല്ലാഹുവേ ഇന്ന പ്രശ്നം നീ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പാരായണം ചെയ്തത്, എൻ്റെ ആ പ്രശ്നം പരിഹരിക്കണം. എന്തും ആയിക്കോട്ടെ, കട ആയിക്കോട്ടെ, സാമ്പത്തികമായിക്കോട്ടെ, കുടുംബപരമായിക്കോട്ടെ, മക്കളുടെ കാര്യമായിക്കോട്ടെ, മക്കളുണ്ടാകാനായി എന്തും ആയിക്കോട്ടെ, വീടിൻ്റെ കാര്യമായിക്കോട്ടെ, ഈ കാര്യം മുന്നിൽ വെക്കുക. ഈ സൂറത്ത് മുന്നിൽ വെച്ചിട്ട് അതൊക്കെ സാധ്യമാകുന്നതാണ്. വലിയ ഫലങ്ങൾ കിട്ടും. അതുകൊണ്ട് പരിശുദ്ധമായ ദുൽഹിജ്ജയുടെ ആദ്യത്തെ ദിനരാത്രങ്ങളുടെ മഹത്വം പറയുന്ന ഈ സൂറത്ത് മനസ്സറിഞ്ഞ് പാരായണം ചെയ്തിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ, പ്രിയപ്പെട്ടവരെ, ഏത് നടക്കാത്തതൊന്നുമില്ല, എല്ലാം നടക്കും. മാത്രമല്ല പാപങ്ങൾ പൊറുക്കപ്പെടും, ഖിയാമത്ത് നാളിൽ 100 കിട്ടും. പിന്നെ ഒരു സുന്നത്തായ കർമ്മം നടത്തുന്ന പുണ്യം കൂടെ കിട്ടും. അപ്പോൾ മനസ്സറിഞ്ഞ് ഈ നന്മയിൽ നമ്മളെല്ലാം വകവാക്കാകണം. കഴിവിൻ്റെ പരമാവധി നമ്മുടെ ക്ലാസ് കേട്ട് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ സൂറത്തിൻ്റെ ബർക്കത്ത് കൊണ്ട്, ഈ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് അള്ളാഹു ഇരുലോക ആഫിയത്തും സലാമത്തും നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ. ഒരുപാട് പേര് ദുആയിൽ പ്രത്യേകം ഓർക്കണം, ചേർക്കണമെന്ന്. രോഗങ്ങളുള്ളവർ, കടങ്ങളുള്ളവർ, കുടുംബത്തിലെ മക്കളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ, ജോലിയുടെ പ്രശ്നം, അങ്ങനെ പല ഇഷ്യൂസും പറഞ്ഞുകൊണ്ട് അള്ളാഹിനോടൊന്ന് ദ്വാരക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, അള്ളാഹു മാസത്തിൻ്റെ ബർക്കത്തുകൊണ്ട് എല്ലാവരുടെ സങ്കടവും റഹ്മാനായ റബ്ബേ നീ മാറ്റിക്കൊടുക്കണേ. അള്ളാഹ് നീ മാറ്റിക്കൊടുക്കണേ റബ്ബേ. എന്തെല്ലാം ഉദ്ദേശത്തിൽ ആരെല്ലാം പറഞ്ഞോ ഹാസിലാക്കണേ അള്ളാഹ്. പ്രത്യേകിച്ച് ഈ ക്ലാസ് ഏറ്റെടുത്ത, ഇത് കൽബുകൊണ്ട് ഏറ്റെടുത്ത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്ന, സന്തോഷം പറയുന്ന, ഒരു കമൻറ്റിൽ ഒരു വാക്കെങ്കിലും ദുആ ചെയ്യാതെ, ഒന്നും പറയാതെ പോകില്ല. അങ്ങനെ എത്ര പേരാണ്. എല്ലാവർക്കും പടച്ചോനെ നീ ഖൈർ കൊടുക്കണം. പ്രായമുള്ളവരുണ്ട്, കമൻ്റ് ചെയ്ത് അറിഞ്ഞൂടാ ഉസ്താദേ, നിങ്ങൾ കണ്ണെന്നെ ശരിക്കും പിടിക്കില്ല, നിങ്ങൾ കേട്ടുകൊണ്ട് ഈ നന്മകൾ പഠിക്കുകയാണ് എന്ന് പറഞ്ഞവരുണ്ട്. പല സ്ഥലത്തും കണ്ടുമുട്ടുമ്പോൾ ഉസ്താദെ 5-6 വർഷങ്ങളായി ഞങ്ങളുടെ കാണാത്ത ഗുരുനാഥനാണ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കണ്ടിട്ടില്ല, ഇപ്പോഴാണ് കാണുന്നത് എന്നൊക്കെ പറഞ്ഞ് സന്തോഷം പറയുന്ന, എക്സ്പീരിയൻസ് പറയുന്ന എത്ര ആളുകളാണ്. എല്ലാവർക്കും അല്ലാഹുവേ നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. ഈ വിജ്ഞാനത്തിൻ്റെ ഈ സംഗമം നാളെ പരിശുദ്ധമായ സ്വർഗത്തിൽ ഒരു സംഘമായി കൂടുന്ന സംഗമമാക്കണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു കലാമി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാ ശാ അല്ലാഹ് കുല്ലു നിഅമതിൻ മിനല്ലാഹ് മാ ശാ അല്ലാഹ് الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله
بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله لا يا داخل الجنة تبشرنا بما فيها وفي